നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടനെല്ലൂർ ഔഷധിയിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിലെ ഭവനരഹിതരെയും ഭൂരഹിതരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന ഭരണകൂടം BJPക്ക് സമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെക്കുംകര പഞ്ചായത്ത് കട്ടിൽ വിതരണം പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗ്രാമീൺ ബാങ്ക് നൽകുന്ന ഫണ്ട് റവന്യൂ മന്ത്രി K രാജൻ കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടനെല്ലൂർ ഔഷധിയിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഔഷധി എന്ന മൂന്നക്ഷരം ഇന്ന് അഭിമാനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പര്യായമാണെന്നും 222 കോടി രൂപയെന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ടേണോവറാണ് ഔഷധി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നേടിയതെന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഔഷധിയുടെ നവീകരിച്ച കുട്ടനെല്ലൂർ ഫാക്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, പുതുതായി നിർമ്മിച്ച രസൌഷധ പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർത്തമാനകാലത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് എങ്ങനെ വിജയകരമായി മുന്നോട്ടു പോകാമെന്ന് ഔഷധി വിളംബരം ചെയ്യുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ കാലഘട്ടത്തിൽ ആയുർവേദ മേഖലയ്ക്ക് കേരളത്തിന്റെ ഏറ്റവും മികച്ച സംഭാവനയായ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അതിന്റെ സവിശേഷതകളെക്കുറിച്ചും കേരളത്തിലെ ആയുഷ് കേന്ദ്രങ്ങളുടെ NABH അക്രഡിറ്റേഷനെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. ഏറ്റവും വലിയ പൊതുമേഖലാ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനമായ ഔഷധി ഉൽപാദനത്തിൽ വർധന ലക്ഷ്യമിട്ടാണ് കുട്ടനെല്ലൂർ ഫാക്ടറി ആധുനികവൽക്കരിച്ചിരിക്കുന്നത്. കുട്ടനെല്ലൂർ ഔഷധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TK ഋതിക് സ്വാഗതവും ഔഷധി ഫിനാൻഷ്യൽ കൺട്രോളർ ലതാകുമാരി നന്ദിയും പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കുട്ടനെല്ലൂർ ഡിവിഷൻ കൌൺസിലർ ശ്യാമള വേണുഗോപാലൻ, ഔഷധി ഡയറക്ടർമാരായ KF ഡേവിസ്, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഔഷധി ഉദ്യോഗസ്ഥരും ജീവനക്കാരും സന്നിഹിതരായിരുന്നു. കേരളത്തിലെ ഭവനരഹിതരെയും ഭൂരഹിതരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന ഭരണകൂടം BJPക്ക് സമാനമായ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭാരതീയ ലളിത് കോൺഗ്രസ് തൃശൂർ പീച്ചിയിൽ സംഘടിപ്പിച്ച ശക്തിചിന്തൻ മധ്യമേഖലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സർക്കാർ കണക്ക് പ്രകാരം 70,000-ഓളം ഭവനരഹിതരും 65,000-ലധികം ഭൂരഹിതരുമുണ്ട്. ഇത്രയും പേർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി സർക്കാരിന്റെ അധീനതയിലുണ്ട്. എന്നിട്ടും ഇവരാരും സർക്കാരിന്റെ വികസന പട്ടികയിൽ ഉൾപ്പെടുത്തിയവരല്ല. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പട്ടിക വിഭാഗങ്ങൾക്ക് 4 ലക്ഷം രൂപ ഭവന പദ്ധതികൾക്കായി നൽകിയിരുന്നു. പിണറായി സർക്കാർ അധികാരമേറ്റ് 10 വർഷം കഴിഞ്ഞിട്ടും ഒരു പൈസ പോലും പട്ടികജാതിക്കാരുടെ ഭവന പദ്ധതിക്കായി വർധനവ് വരുത്തിയിട്ടില്ല. പട്ടിക വിഭാഗങ്ങൾക്കുള്ള സംവരണം അട്ടിമറിച്ച് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം പിൻവാതിൽ നിയമനം നടത്തുകയാണ് സർക്കാർ. UDF അധികാരത്തിൽ വരുമ്പോൾ ഭൂരഹിതരും ഭവനരഹിതരും ആയിട്ടുള്ള മുഴുവൻ പട്ടിക വിഭാഗക്കാർക്കും ഭൂമിയും ഭവനവും സൗജന്യമായി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AK ശശി അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ്, UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, ES ബൈജു, KP ശശികുമാർ, KV ദാസൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കൊടങ്ങട്ടത്തിനെ പ്രതിപക്ഷ നേതാവ് ആദരിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിശക്തമായി നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഗവൺമെന്റിനെ വിമർശിക്കാറുണ്ട്. ഞാൻ കരുതുന്നത് ജനുവരി ആകുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരെയും കബളിപ്പിക്കരുത്. ആ രീതി തന്നെ നമ്മൾ മാറ്റണം. വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളൊരു കാര്യം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് ചെയ്യണം, ചെയ്തേ മതിയാവും, സമയബന്ധിതമായി ചെയ്യണം. നമ്മൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു,
ഇവർ ചെയ്യുന്ന ഏതെല്ലാം തെറ്റുകൾ നമ്മൾ തിരുത്തും, നമ്മൾ എങ്ങനെ മുന്നോട്ട് വരും എന്ന് നമുക്ക് ജനുവരി ആകുമ്പോൾ കൃത്യമായി കേരളത്തിലെ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയണം. അത് നമ്മുടെ വാക്കാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ 1ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രി STPക്ക്. ഇന്നലെ സംസ്ഥാന മലിനജല നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ അവാർഡിൽ 1ാം സ്ഥാനം പ്രഖ്യാപിച്ചത് തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ സ്ഥിതി ചെയ്യുന്ന STPക്ക് ലഭിച്ചു. കോർപ്പറേഷൻ ജനറൽ ആശുപത്രി 2016 സർക്കാരിൽ നിന്നും കോർപ്പറേഷൻ ലഭിക്കുമ്പോൾ മലിനജലം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മിക്കവാറും കാനയിലേക്കാണ് മലിനജലം വിട്ടിരുന്നത്. 2016 ശേഷം കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ നടന്നത് ചരിത്ര നേട്ടങ്ങളാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ലാബ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട നിരവധി പദ്ധതികൾ നിങ്ങൾക്കറിയാമല്ലോ. നഗരവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്. നഗരത്തിന്റെ കുപ്പത്തൊട്ടിയായിരുന്ന ലാലൂർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ ഇതിഹാസമായ പത്മശ്രീ IM വിജയന്റെ നാമധേയത്തിൽ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് ഉയർന്നു കഴിഞ്ഞു. കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലെ ദിനംപ്രതി വരുന്ന മലിനജലം ട്രീറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കി ആശുപത്രിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ട്രീറ്റ് ചെയ്ത് പുനരുപയോഗം ചെയ്യുന്നതിന് പദ്ധതി 2015 കൗൺസിൽ ആവിഷ്കരിക്കുകയും ഈ കൗൺസിൽ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. എൻവയോൺമെന്റൽ സ്റ്റെവാർഡ്ഷിപ്പ് എന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്ന സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് 12 കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവാർഡുകൾ വിതരണം ചെയ്യുക. സാമൂഹിക പ്രതിബദ്ധതയോടെ നടപ്പിലാക്കിയ പൊതുജന ഉപകാരപ്രദമായ പദ്ധതിക്കാണ് അവാർഡ് ലഭ്യമായത്. 100 മുതൽ 250 കിടക്കകളുള്ള ആശുപത്രികളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രി ഈ നേട്ടം കൈവരിക്കാനായത്. തൃശൂർ നഗരം മെട്രോപൊളിറ്റൻ സിറ്റി ആക്കുന്നതിന്റെ ഭാഗം കൂടി ചേർന്നതാണ് ഈ പദ്ധതി. തെക്കുംകര പഞ്ചായത്തിൽ കട്ടിൽ വിതരണം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 25-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. 4,70,000 രൂപ പദ്ധതിയിൽ നീക്കിവെച്ച് 108 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്യുന്നത്. കട്ടിലിന്റെ വിതരണോദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ AR കൃഷ്ണൻകുട്ടി, ഐശ്വര്യ ഉണ്ണി, PT മണികണ്ഠൻ, C സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി A മനോജ് കുമാർ, ICDS സൂപ്പർവൈസർ സിനു അമ്പാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ടാകുന്ന ആളുകളല്ലാതെ നിലവിൽ 60-62 വയസ്സൊന്നായ ആളുകൾ കട്ടിലിന് അർഹരായ ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ജനറൽ മേഖലയിലും ഇതുപോലെ 60 വയസ്സായ ആളുകൾ ഏറെക്കുറെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തുടർന്നുള്ള വർഷങ്ങളിലും വരാൻ പോകുന്ന ഭരണസമിതികളും ഈ പദ്ധതിയായി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇതിൻ്റെ ആനുകൂല്യം വയോജനങ്ങളായ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അത്തരമൊരു പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഈ വർഷത്തെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഡിസംബർ മാസത്തെ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനം കാണുന്ന ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായി പുത്തൂർ GVHSSനെ മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കേരള ഗ്രാമീൺ ബാങ്ക് നൽകുന്ന CSR ഫണ്ട് കൈമാറലും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ലോഞ്ചിങ്ങും സ്കൂൾ കലോത്സവവും ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി K രാജൻ. ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളിലെ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിന് സ്കൂൾ സോഷ്യൽ സർവീസ് പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയ ഭാസ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക PM സുനിത, പ്രോഗ്രാം കൺവീനർ B നിഷ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ S മരകതം, VHSE പ്രിൻസിപ്പാൾ ടിനോ മൈക്കിൾ, സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, SMC ചെയർമാൻ സന്തോഷ് പുഴക്കടവിൽ, കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ പ്രദീപ് പത്മൻ, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ശ്രീലത വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതൊക്കെ ഓരോ നിമിഷത്തിലും ഓരോ സമയത്തും നിങ്ങൾക്കത് ബോധ്യപ്പെടാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകും. വളരെ പെട്ടെന്നായിരിക്കും ഇനി അധ്യയന വർഷത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.
ഇത്തവണത്തെ നമ്മുടെ മക്കൾ കാണേണ്ട ഒരു പ്രത്യേകത, നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഇത്തവണ നടക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട തൃശ്ശൂരിൽ വെച്ചാണ്. 2026 ജനുവരി 7 മുതൽ 11 വരെ നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തൃശ്ശൂർ വേദിയാവുകയാണ്. നിങ്ങളുടെ MLA എന്ന നിലയിൽ മന്ത്രിയായി ഞാൻ തന്നെയാണ് അതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ. നമ്മുടെ എല്ലാ നേതൃത്വത്തിലാണ് ആ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരോടും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, മന്ത്രിയാണ് കേരളത്തിൽ മൊത്തം നോക്കേണ്ടവനാണെന്നൊക്കെ ചുമതലയുണ്ടെങ്കിലും കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ കപ്പ് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ തൃശ്ശൂരിലെ ട്രഷറിയിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നൊരു അവസരമാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കപ്പ് ബുദ്ധിമുട്ടി മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ ജില്ലയിൽ തന്നെ നമുക്ക് 2026 കലോത്സവത്തോടു കൂടി സ്വർണ്ണക്കപ്പ് വീണ്ടും നമ്മുടെ ജില്ലയിൽ തന്നെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പിന് നിങ്ങൾ തയ്യാറാകണം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേകമായ ട്രെയിനിങ് നമ്മൾ ഈ ജില്ലയിൽ തന്നെ എന്ത് ചെലവ് വന്നും നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഗംഭീരമായ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദികളും ഈ ചടങ്ങിൽ സന്നിഹിതരാണ്. ഗോപനുണ്ടേ ഗോപികയുണ്ടേ ഗോപനുണ്ടേ ഗോപികയുണ്ടേ വേണുപോതുണ്ടേ ഗോപനുണ്ടേ ഗോപികയുണ്ടേ ഗോപനുണ്ടേ ഗോപികയുണ്ടേ വേണുപോതുണ്ടേ കുടിഞ്ഞൊരു പൊട്ടറമ്പുകൾ തളിരടിഞ്ഞു പോയി കണ്ണനെത്തുമേ കണ്ണുമൂടകൾ കണ്ണുപൊട്ടിയോ രാസകേളിയാകേ ഹേ ശൃംഗാരക്കാർ വർണ്ണനണിഞ്ഞൊരുങ്ങി കൃഷ്ണ കൃഷ്ണ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ഫുട്ബോൾ ഫീൽഡും സിന്തറ്റിക് ട്രാക്കും സംരക്ഷിക്കുന്ന തരത്തിൽ നിർമ്മിക്കണമെന്ന് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഖേലോ ഇന്ത്യൻ പദ്ധതിയുടെ ഭാഗമായി 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കുന്നതിനുള്ള MOU കോർപ്പറേഷൻ ഖേലോ ഇന്ത്യയുമായി ഒപ്പുവെച്ചിട്ടുള്ളതാണ്. മാജിക് FC ടീമിന്റെ ഹോം ഗ്രൗണ്ടായി സ്റ്റേഡിയം ഉപയോഗിക്കുവാൻ ആർട്ടിഫിഷ്യൽ ടർഫ് നവീകരിക്കാൻ ഫീൽഡിന്റെ നീളവും വീതിയും വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടെ അത്ലറ്റിക്സിനുള്ള ട്രാക്ക് നഷ്ടപ്പെടുമെന്നും
അസോസിയേഷൻ ഭയപ്പെടുന്നു. വാർത്താസമ്മേളനത്തിൽ ജോസ് മാത്യു, NK മുരളീധരൻ, R സുരേഷ് കുമാർ, ബേബി ശാലിനി, യേശുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ടുകൊള്ളയ്ക്കും പോലീസ് അതിക്രമങ്ങൾക്കുമെതിരെ മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വെളിച്ചം വീശുന്നതിനായി ജ്യോതിർഗമയ എന്ന പേരിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സംഘടിതമായി വോട്ടുകൾ ചേർത്തും ആസൂത്രിതമായി വോട്ടുകൾ വെട്ടിക്കളഞ്ഞും നടത്തുന്ന വോട്ടുകൊള്ളയ്ക്കെതിരെയും ജനമൈത്രി പോലീസുകളെ ജനവൈരി പോലീസുകളാക്കി ഭരണകൂടങ്ങൾക്കെതിരെയും ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിനുമാണ് ജ്യോതിർഗമയ സംഘടിപ്പിച്ചത്. കുറ്റമറ്റ വോട്ടർ പട്ടികയും സുതാര്യമായ തിരഞ്ഞെടുപ്പും രാജ്യത്തുണ്ടാകണമെന്നും ജനമൈത്രി പോലീസുകളെ വീണ്ടെടുക്കണമെന്നും സദസ്സ് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന മുന്നിൽ നിർത്തിയുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സദസ്സിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ദേശീയ അവാർഡ് ജേതാവ് പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു. ജോസ് കുന്നംപിള്ളി, PS സുനിൽകുമാർ, ഉദയകുമാർ, നിതിൻ ജോസ്, KK ആൻഡോ, അജിതൻ പല്ലിശ്ശേരി, PA ജോസഫ്, ചന്ദ്രൻ വെളുത്തേടത്ത്, ജോൺസൺ പാലക്കൻ, വിൽസൺ പ്ലാക്കൽ, ജോർജ് മഞ്ഞയിൽ, CG സുബ്രഹ്മണ്യൻ, K മാധവൻ, സിൻഡോമോൾ സോജൻ, KA ബാബു, ബേബി പെട്ടിക്കൽ, ജോസ് വടക്കൻ, മനോജ് പിഷാരടി, ബാബു, ജോൺസി ജോർജ്, മുകുന്ദൻ, വത്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ജലഗുണ നിലവാര അവബോധം ജനങ്ങൾക്ക് നൽകുന്നതിന് നവംബർ 1 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡയറക്ടർ ഫാദർ ജോസ് കണ്ണമ്പുഴ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ജലഗുണ നിലവാരവും ശുചിത്വവും എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി നടത്തും. വീട്ടമ്മമാർക്ക് ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും ജലഗുണ നിലവാരവും എന്നീ വിഷയങ്ങളിൽ ഏകദിന പരിശീലനം നൽകും. സമ്മാനങ്ങൾ, ക്യാഷ് അവാർഡ്, ട്രോഫി എന്നിവ നൽകും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ P സോജൻലാൽ, ആൽദിൻ വർഗീസ്, MG സിറിയക്, അന്ന ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്ന നിർമ്മാണ പരിശീലനം. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ ആദ്യവാരം ആരംഭിക്കുന്ന 12 ദിവസത്തെ പരിശീലനം സൗജന്യമാണ്. 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ 0487 76 94 412. ഇനിയൊരു ഇടവേള. പൊന്നിന്നൂലിൽ ചേരും നേരം എന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു.
Rachana Laboratory, NH Road, Mannuti, an ISO certified laboratory. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളായ അങ്കണവാടി ടീച്ചർമാർക്കുള്ള മിക്സി, വയോജനങ്ങൾക്കായുള്ള ഉപകരണം, ഭിന്നശേഷിക്കാർക്കായുള്ള ഉപകരണം എന്നിവയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് സ്വാഗതം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി, വാർഡ് മെമ്പർ മിഥുൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മറ്റ് ജനപ്രതിനിധികൾ, കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്റർ, അംഗൻവാടി ടീച്ചർമാർ, സോഷ്യൽ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ നിത്തു ത്യാഗരാജ് നന്ദിയും രേഖപ്പെടുത്തി. പ്രൊഫസർ വി അരവിന്ദാക്ഷൻ ഫൗണ്ടേഷൻ പുരസ്കാരം ഡോക്ടർ പ്രഭാത് പട്നായിക്കിനെ നൽകുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 18-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ മത്സരത്തിൽ വിജയികൾക്ക് സമ്മേളനത്തിൽ വെച്ച് സമ്മാനങ്ങൾ നൽകും. വാർത്താ സമ്മേളനത്തിൽ കാവുബായ് ബാലകൃഷ്ണൻ, PS ഇക്ബാൽ, ഫസീല തരകത്ത്, C ബാലചന്ദ്രൻ, K സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കൂരിൽ ജലസേചന വകുപ്പിന്റെ റെഗുലേറ്റർ വാച്ച്മാൻ ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് തൃക്കൂർ പുലക്കാട്ടുകരയിൽ ജലസേചന വകുപ്പിന് കീഴിൽ നിർമ്മിച്ച റെഗുലേറ്റർ വാച്ച്മാൻ ക്വാർട്ടേഴ്സിന്റെയും സ്റ്റോർ റൂമിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. 2020-21 സാമ്പത്തിക വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ചെറിയിലാത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അരുൺലാൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സിനി തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യകലാ സംഘടനയായ സ്വർഗസ്വരത്തിന്റെ 2025-ലെ പുരസ്കാരം പ്രൊഫസർ VK ലക്ഷ്മണൻ നായർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ MNR നായർ നോവൽ, മോഹനൻ പറത്തിൽ, AP നാരായണൻകുട്ടി കവിത, KC സരോജിനി, സുരേഷ് പാലുപറമ്പിൽ കഥ, അബു പാലിയത്ത് നാടകം, CJ തോട്ടത്തിൽ, CR നീന ഓർമ്മക്കുറിപ്പുകൾ എന്നിവർക്കായി പുരസ്കാരം നൽകുന്നത്. സെപ്റ്റംബർ 28-ന് 3 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് ഡോക്ടർ SK വസന്തൻ പുരസ്കാര വിതരണം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കാവിൽ രാജ്, ജോയ് ചിറമൽ, ശ്രീദേവി അമ്പലപുരം, AP നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ യൂണിറ്റ് 41ാമത് സമ്മേളനം 2025 സെപ്റ്റംബർ 24 ബുധനാഴ്ച അച്യുതമേനോൻ പാർക്ക് പഠനോദ്യാൻ വെച്ച് യൂണിറ്റ് പ്രസിഡന്റ് ഷിബു CS-ന്റെ അധ്യക്ഷതയിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനുശോചനവും യൂണിറ്റ് സാന്ത്വനം കോർഡിനേറ്റർ രംഗീത് രാജ് സ്വാഗതവും പറഞ്ഞു.
യൂണിറ്റ് പ്രസിഡന്റ് ഷിബു CS അധ്യക്ഷത പ്രസംഗം നടത്തി. തുടർന്ന് മേഖലാ പ്രസിഡന്റ് ബെന്നി CP ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ലിജോ P. ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ശിവാനന്ദൻ PV, ദൃശ്യമാധ്യമ പുരസ്കാരം നേടിയ യൂണിറ്റ് അംഗം ഷാബു VG, മുംബൈ മാരത്തോണിൽ 21 കിലോമീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്ത രാജീവ് പടിയം, SSLCയിൽ ഫുൾ A+ നേടിയ രഘുനാഥിന്റെ മകൾ ഇഷാനി രഘു, ലഹരിവിരുദ്ധ പെയിന്റിംഗ് മത്സരത്തിൽ ഫസ്റ്റ് നേടിയ ബെന്നി CPയുടെ മകൾ സിൽന ബെന്നി എന്നിവരെ അനുമോദിച്ചു. മെമന്റോയും നൽകി. മേഖലാ സെക്രട്ടറി രാജേഷ് KK സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ധനീഷ് CA വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ സന്തോഷ് KV വാർഷിക കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ PN, ജില്ലാ ബ്ലഡ് ഡൊണേഷൻ സബ് കോർഡിനേറ്റർ സഹജൻ PP, മേഖലാ ട്രഷറർ രതീഷ് P, മേഖലാ PR ഓം രാമോദ് VM, മേഖലാ ബ്ലഡ് കോർഡിനേറ്റർ സന്തോഷ് കുമാർ KK തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യൂണിറ്റ് ഇൻചാർജ് റിട്ടേണിംഗ് ഓഫീസറായ ബാബു ഊക്കന്റെ നേതൃത്വത്തിൽ നടന്ന 2025-26 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. കേരള കുംഭാര സമുദായ സഭയുടെ 10ാം വാർഷികം സെപ്റ്റംബർ 27-28 തീയതികളിൽ തൃശൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് പ്രതിനിധി സമ്മേളനം, 28-ന് രാവിലെ 10 മണിക്ക് വടക്കുനാഥ മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിന് ശേഷം ടൗൺഹാളിൽ നടക്കുന്ന പൊതുയോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. MLA P. ബാലചന്ദ്രൻ, CVR ചിറ്റിലപ്പള്ളി MLA, MT രമേശ്, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ വിജയൻ പാടുകാട്, രാജു ചേളാരി, കുഞ്ഞിരാമൻ തൊടുപുഴ, അജിത് കോഴിക്കോട്, സത്യൻ ചൂണ്ടൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകരയിൽ മികവ് 2025 ജോബ് ഫെയർ 27-ന്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഹൈപ്പർ ലോക്കൽ ജോബ് ഫെയറായ മികവ് 2025 സെപ്റ്റംബർ 27-ന് സംഘടിപ്പിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഫിനാൻസ്, സെയിൽസ്, പാർക്കിംഗ് ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 200-ലധികം തൊഴിലവസരങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും കൊണ്ടുവരണം. രാവിലെ 9:30 മുതൽ 10:30 വരെ രജിസ്ട്രേഷൻ നടക്കും. ഫോൺ 8156849390. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി, എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുന്നിൽ. അയ്യോ ചേട്ടൻ,
വീണ്ടും വാർത്തയിലേക്ക്. പോക്സോ കേസിലെ പ്രതിക്ക് 6 കൊല്ലം തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സമയം മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അബ്ദുൾ കരീം കുറ്റക്കാരനാണെന്ന് കണ്ട് 6 കൊല്ലം തടവിനും 50,000 രൂപ പിഴയടയ്ക്കുന്നതിനുമായി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോർട്ട് ജഡ്ജായ പ്രഭു ശിക്ഷ വിധിച്ചത്. ഇൻസ്പെക്ടർ ബ്രിജുകുമാർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് അസിസ്റ്റ് ചെയ്തത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 15ഓളം സാക്ഷികളെ വിസ്തരിക്കുകയും 17 രേഖകൾ ഹാജരാക്കി. അയൽവാസിയായ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച കേസ്. പ്രതിക്ക് 6 വർഷവും 3 മാസവും കഠിന തടവും 6,500 രൂപ പിഴയും ശിക്ഷ. മുൻ വൈരാഗ്യം മൂലം അയൽവാസിയായ സെക്യൂരിറ്റി ജീവനക്കാരനെ റോഡിൽ വെച്ച് അസഭ്യം പറയുകയും ഉന്തിത്തള്ളിയിടുകയും ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയും തടയാൻ ചെന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാര്യയെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ വെളപ്പായ ദേശത്ത് കിഴക്കേപുരയ്ക്കൽ ശ്രീകുമാർ എന്നയാളെയാണ് വിവിധ വകുപ്പുകളിലായി 6 വർഷം 3 മാസം കഠിന തടവിനും 6,500 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെക്ഷൻ ജഡ്ജി ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കുന്ന പക്ഷം പിഴത്തുക പരിക്കേറ്റവർക്ക് നൽകുവാനും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. തുകയടയ്ക്കാത്ത പക്ഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് 9 സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ടി മുതൽ കൂടാതെ 11 രേഖകളും ഹാജരാക്കിയിരുന്നു. വാടാനപ്പള്ളിയിൽ കള്ളുഷാപ്പിൽ വെച്ച് കള്ളുഷാപ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീച്ച് റോഡിലുള്ള കള്ളുഷാപ്പിലെത്തിയ പ്രതികൾ ഷാപ്പിന്റെ പുറത്ത് കിഴക്ക് ഭാഗത്തിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഷാപ്പിലെ ജീവനക്കാരനായ മൂന്നേംകാട്ടിൽ വീട്ടിൽ ഷാജിലിനെ ഷാപ്പിനകത്തേക്ക് വിളിച്ചപ്പോൾ വരാതിരുന്നതിനുള്ള വിരോധത്താൽ ഷാജിലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതി ഋതിക് റോഷൻ ഇടശ്ശേരി ബീച്ച് ദേശത്ത് നമ്പി വീട്ടിൽ അഖിൽ, കുറുക്കൻ പരിയ വീട്ടിൽ മണികണ്ഠൻ എന്നിവരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഋതിക് റോഷൻ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളിലെ പ്രതിയാണ്. അഖിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസിലെ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NB, ജൂനിയർ സബ് ഇൻസ്പെക്ടർ സുബിൻ, സിവിൽ പോലീസ് ഓഫീസർ അമൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ പിന്തുടർന്ന കേസിൽ 2 വധശ്രമ കേസുകളിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡിയായ അനിൽകുമാർ പിടിയിൽ. സ്കൂൾ വിട്ടുപോകുന്ന സമയം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ പിന്തുടർന്ന കേസിൽ സ്റ്റേഷൻ റൌഡിയായ അനിൽകുമാറിനെ പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് സ്കൂൾ ഗ്രൗണ്ടിലും സ്കൂൾ പരിസരത്തും വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ പിന്തുടർന്ന കാര്യത്തിന് കരുവന്തല നാരായണപറമ്പത്ത് വീട്ടിൽ അനിൽകുമാർ എന്നയാളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി പോലീസ് സ്റ്റേഷൻ റൌഡിയായ അനിൽകുമാർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 1 പോക്സോ കേസും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NBയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. കുട്ടനെല്ലൂർ ഔഷധിയിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിലെ ഭവനരഹിതരെയും ഭൂരഹിതരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന ഭരണകൂടം BJPക്ക് സമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെക്കുംകര പഞ്ചായത്ത് കട്ടിൽ വിതരണം പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഗ്രാമീൺ ബാങ്ക് നൽകുന്ന ഫണ്ട് റവന്യൂ മന്ത്രി K രാജൻ കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.